കിട്ടിയാലോ? ഞാൻ വിളിക്കുമ്പോ അവരിപ്പോ വരാന്ന് പറയണേ. ഇതിപ്പോ എന്താന്നറിയാമോ, ചിലരൊക്കെ കൊച്ചുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കണത് അവരുടെ ശല്യം ഒഴിപ്പിക്കാനെന്ന മട്ടിലാണ്. രാവിലെ കൊണ്ടുവന്ന് ആക്കുക, 3:30 വരെ ഒരു ശല്യം ഇല്ലല്ലോ, അവർക്ക് അവരുടെ പണി ചെയ്യാം. ടീച്ചർക്ക് ഇത് കഴിഞ്ഞ് മറ്റേ ഇതിന് പോകണ്ടേ, ഭവന സന്ദർശനത്തിന് പോകണ്ടേ? പിന്നെ പോണം, 2-3 ഗർഭിണികളെ കണ്ട് സംസാരിക്കാനൊക്കെ ഉണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇനി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർ പ്രസവിക്കുന്നു തോന്നണേ. ഇന്നാണ് ഡേറ്റ് പറഞ്ഞേക്കണേ പ്രസവിക്കാൻ. ഒന്നും പോയായിരുന്നു. പക്ഷെ എന്നാ ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ ടീച്ചറെ? അവിടെ ഇരിക്കും, മോളും കൂടെ പോയിട്ട് പോവാ. ഈ ശമ്പളത്തിനൊക്കെ ഇത് കൂടുതൽ പണിയെടുക്കണത് എങ്ങനെയാണ്? അതിനിപ്പോ പണിയെടുക്കണ്ടല്ലോ, അവിടെ വെറുതെ ഇരിക്കല്ലേ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഇവിടെ പണിയെടുക്കണം, നിങ്ങൾ കാണുന്നില്ലേ? അതൊക്കെ കാണുന്നുണ്ട്. ഞാൻ അമ്മയോടെ കൊണ്ടുപോകാൻ വേണ്ടി വന്നാണ്. അപ്പൂപ്പനാണോ? ഇത് അപ്പൂപ്പനാണോ? എന്താണ് അപ്പൂപ്പ ഇത്ര വൈകിയത്? എന്റെ അച്ഛൻ വീട്ടിലില്ലേ? അതിന് അച്ഛൻ തന്നെ വന്നോന്ന് ഇവിടെ ഒരു നിർബന്ധം ഇല്ല, അമ്മ വന്നാലും പോരെ. അമ്മക്ക് വരാൻ പറ്റൂലെന്ന്. അതെന്താണ്? അമ്മക്ക് ഭയങ്കര തിരക്കല്ലേ. ഇതിനേക്കാളും വലിയ എന്ത് തിരക്കാണ്? സീരിയല് കണ്ടോണ്ടിരിക്കാണ്. ഈ സമയത്ത് എന്ത് സീരിയൽ കാണാനാണ്? പുനഃസംപ്രേഷണം എന്ന് പറഞ്ഞ ഏതൊരു സീരിയലാണ്. പുനഃസംപ്രേഷണ സീരിയലല്ല, ഇന്നലെ കാണിച്ച ഒന്നുകൂടെ കാണിക്കണതാ. അതെ, അത് കണ്ടോണ്ടിരിക്കാണ്. അതെ, രാവിലെ മോളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കണതല്ലേ, ഉവ്വ. വൈകുന്നേരം കൃത്യസമയത്ത് നിങ്ങൾ വന്നില്ലെങ്കിൽ അവളുടെ മനസ്സ് വിഷമിക്കൂലേ? അത്രയും നേരം കാണാതെ നിക്കല്ലേ കുട്ടി. അതുകൊണ്ട് നാളെ തൊട്ട് കൃത്യസമയത്ത് വന്ന് വിളിക്കണം. അമ്മയോടും അച്ഛനോട് പ്രത്യേകം പറഞ്ഞേക്കണം കേട്ടാ. അത് പറയാം. ചെല്ലിട്ടാ, നാളെ രാവിലെ വരണേ, ശുന്തിരിയായിട്ട് വരണോട്ടാ. ചെല്ല്. ടീച്ചറെ, ഉപ്പുമാവ് ഉണ്ടാ? ഉപ്പുമാവാ? ഉപ്പുമാവും കപ്പലാണ്ടും ഗോതമ്പൊക്കെ ഇവിടുന്ന് തരാറുണ്ട്. അതൊക്കെ സമയമാകുമ്പോ കൊടുത്തോളൂ. ഓ, ടീച്ചറെ, 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 വീട്ടിൽ പോയോ? ടീച്ചറെ, കുഞ്ഞിട്ട് ആമീനെ കൂട്ടാൻ വന്നു. അയ്യോ, ആമി ഇപ്പൊ പോയേ ഉള്ളൂ. ഒറ്റക്ക് വിട്ടോ ടീച്ചറെ? ഒറ്റയ്ക്കില്ല, ഇത്രയും നേരം ഞങ്ങള് കാത്തിരിക്കുന്നു ആരെങ്കിലും വരാൻ. അവസാനം അപ്പൂപ്പൻ വന്ന് കൊണ്ടുപോയി. അപ്പൂപ്പനാ? അപ്പൂപ്പന്റെ കൂടെ എന്ത് ധൈര്യത്തിൽ എന്റെ കുഞ്ഞിനെ വിട്ടത്? അല്ല, മോളും പറഞ്ഞ അപ്പൂപ്പനാന്ന്, അങ്ങനെ അപ്പൂപ്പന്റെ കൂടെ പോയി. അപ്പൂപ്പനും അപ്പൂപ്പന്റെ മോള് എന്റെ ഭാര്യയല്ലായിരുന്നു. അല്ല, ഇന്നലെ ഉച്ചയോടെ വിട്ടു. ഇനി ഒരു ഇടപാടുമില്ല. അപ്പൂപ്പൻ ട്രാക്കുളിയും മോള് യക്ഷിയാണ്. കുറെ കാലം എന്റെ രക്തം കുടിച്ച് ജീവിച്ചു. ഇനി പറ്റൂല, ഇനി നിൽക്കൂല ഞാൻ. നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് എന്റെ മോളെ അപ്പൂപ്പന്റെ കൂടെ വിട്ടത്? അല്ല, ഇത്രയും നേരമായിട്ട് വിളിക്കാൻ ആരെങ്കിലും വരണ്ടേ വീട്ടിൽ നിന്ന്? ഞാൻ വരും, ഞാൻ കൂട്ടാൻ വരും. ഞാൻ കൂട്ടാൻ വന്നില്ലേ? നിങ്ങയല്ലേ നാട്ടിലും വീട്ടിലും പെണ്ണുങ്ങടുത്തെല്ലാം വന്നിട്ട് വർത്താനം പറഞ്ഞ കണക്കെല്ലാം എടുത്തിട്ട് പോന്ന് ഇല്ലേ? നിങ്ങൾക്ക് എന്റെ കുടുംബ പ്രശ്നം അറിയണം. ഞാനെന്തിനാണ് അതൊക്കെ അറിയണേ? പിന്നെ എന്തിനാണോ അതിന് കണക്കെടുത്തിട്ട് പോകുന്നത് നിങ്ങൾ അറിയണം. എനിക്കിനിയിപ്പോ അതൊന്നും അറിയേണ്ട കാര്യമില്ലല്ലോ. ടീച്ചറെ, വൈകുന്നേരം 5 മണിന്റെ ഉള്ളിൽ കുഞ്ഞിനെ എന്റെ വീട്ടിലെ കൊണ്ടാക്കിയിട്ടെങ്കിൽ കോടതി കയറി ഇറങ്ങേണ്ടി വരും. പറഞ്ഞേക്കാം, 5 മണിന്റെ ഉള്ളിൽ. വെറുതെ ഒന്നും വിടൂല. കാണിച്ചേ എന്തൊരു കഷ്ടമാണിത്. നീ താരാണ്? ICDSന്റെ ഓഫീസിൽ നിന്നാ. ഹലോ. സാറേ, ഞാൻ വരും. ശരി. എന്തുപറ്റി? അടുത്ത ചൊവ്വാഴ്ച ബ്ലോക്ക് ഓഫീസിൽ കളക്ടർ വരുന്നുണ്ട്. അതിന് ആളെ കൂട്ടണം. അംഗനവാടി വർക്കർമാരെന്തായാലും ചെല്ലണമെന്ന്. ഇതെന്തൊക്കെ ചെയ്യും ഞാനിനി? ഇനിയിപ്പോൾ പോണ വഴി ആ ജംഗ്ഷനിലെ കടയിൽ മെമ്പർ കൊണ്ടുപോയിട്ട് ഗ്രാമസഭയുടെ നോട്ടീസ് വെച്ചിട്ടുണ്ട്. അതെടുത്ത് എല്ലാവർക്കും കൊടുക്കണം. അതെന്തിനാണ് അവിടെ കൊണ്ട് വെച്ചേക്കണേ? അത് എൻ്റെ കയ്യിൽ നേരിട്ട് തരാൻ വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തെ പൈസ ഞാൻ ചോദിക്കൂലേ, അത് കാരണം. അതെ, ടീച്ചർ ഒന്ന് ഇവിടെ നിന്നോ, ഞാനേ പൊക്കോട്ടെ. അതല്ല, നീ ഒരു കാര്യം ചെയ്യണം. എന്താ അറിയുമോ, എനിക്ക് 2-3 സ്ഥലത്തൊക്കെ പോകാനില്ലേ. നീ ആ ആമിയുടെ വീട്ടിൽ ചെന്നിട്ടേ ആ കൊച്ചിനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് റെഡിയാക്കി അയാളുടെ കൂടെ. എനിക്ക് അവളുടെ വീടൊന്നും പറയാൻ പാടില്ല, ഒന്ന് പോയേ. ഞാൻ പോവാണേ. നീ പോയിക്കോ, നിക്കാൻ പറഞ്ഞാൽ നിൽക്കൂലല്ലോ. പിന്നെ ഇതിപ്പോ എങ്ങോട്ട് ആദ്യം പോവും? കൊച്ചിന്റെ വീട്ടിൽ പോവോ, ഗ്രാമസഭയുടെ നോട്ടീസ് എടുക്കാൻ പോവോ, കളക്ടറെ കാണാൻ ആൾക്കാരെ കൂട്ടാൻ പോവോ?
നോട്ടീസ് എവിടെ നടക്കുകയാണുള്ളൂ, എവിടെ ചെന്ന് അന്വേഷിക്കാനാണ്? വരുമ്പോ പറ്റും. ചേട്ടാ, എവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ് നീ? ഇത് എന്തോരം വിളിച്ചത് നിന്നെ? എനിക്ക് കോളൊന്നും വന്നില്ലല്ലോ. ആ, നിനക്ക് കോളൊന്നും വരൂല, അമ്മക്ക് സുഖമില്ല. എന്താണ്? ഞാൻ ആശുപത്രി കൊണ്ടുപോയി. അപ്പൊ പ്രഷർ അടിച്ചാണ്, ഒരു ഇഞ്ചക്ഷൻ ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല ഇപ്പൊ. എടി 3:30 നീ അംഗൻവാടി അടക്കണല്ലേ? നീ എവിടെ തെണ്ടി നടക്കണത്? ചേട്ടാ, ഈ നോട്ടീസ് കൊടുക്കണ്ടേ? എന്തിന്റെ നോട്ടീസ്? ഗ്രാമസഭയുടെ. നീയല്ലേ പറഞ്ഞ കഴിഞ്ഞ 2-3 ഗ്രാമസഭയുടെ നോട്ടീസ് കൊടുത്തിട്ട് ഒന്നും തന്നില്ല, ഇനി കൊടുക്കണില്ല എന്ന്. അത് അവർ ഉടനെ തരുമെന്ന് പറഞ്ഞു. ആര്? പഞ്ചായത്തുനിന്ന്. ഒരു 150 രൂപ എടുക്കാൻ നിന്റെ പഞ്ചായത്തിലില്ലേ? ഈ റോഡും കലിങ്കൊക്കെ പണിയണോടൊന്ന് കൃത്യമായിട്ട് കമ്മീഷൻ പ്രസിഡന്റും സെക്രട്ടറി മെമ്പറും ഒക്കെ ആളാം വീതം മേടിക്കണ്ടല്ലോ. ഇത് കാട്ടിക്കളയല്ലേ ഗ്രാമസഭ? ഇത് മല മറിക്കണ പോലെയാണ് ഇതിലങ്ങോട്ട് പങ്കെടുത്താല്. ആ, എന്താടി? ആണാ? അയ്യോ, ഞാൻ മേടിച്ചില്ല. ആ ആ ആ ആ ശരി എന്നാ. ആരാണ്? ദീപേണ്. എന്തേ? അതെ, സമ്പുഷ്ട കേരളം പദ്ധതി എന്നും പറഞ്ഞ പുതിയൊരു പദ്ധതി ഉണ്ടെന്ന്. അപ്പൊ എന്താണ്, ഇനി വീട്ടിലും കിടത്തൂലേ? പകലാ കിട്ടണല്ലോ, ഇനി രാത്രിയും പോകേണ്ടി വരുമോ? എന്നാ ഇതങ്ങനെയല്ല, ഞങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഫ്രീ ആയിട്ട് തരും. എടി, ഏതെങ്കിലും കമ്മിയുടെ വിൽക്കാതെ കിടന്ന സാധനങ്ങൾ നിങ്ങളുടെ തലയെ കെട്ടി വെക്കെ ആയിരിക്കുള്ളൂ. എന്നിട്ട് അത് ഓണർ ഏരിയത്തിൽ നിന്ന് കട്ട് ചെയ്യും അതിന്റെ പൈസ. നീ കയറി വാ, അവിടെ അമ്മ സൂര്യ. അതല്ലേ, ഈ വീട്ടിലും കൂടി കൊടുത്തേക്കട്ടെ എന്നാ. നാളെ കൊടുക്ക, നിങ്ങടെ വന്നേ. ഇന്നിപ്പൊ കൊടുത്താ കഴിഞ്ഞല്ല. ശല്യാണ്. ടീച്ചറെ ഒന്ന് അവിടെ നിന്ന്. ടീച്ചർ എന്ത് പണിയാ കാണിച്ചത്? എന്താണ്? ഈ ഗ്രാമസഭ കൂടുന്ന വിവരെ നോട്ടീസ് കൊടുത്ത് അറിയിക്കേണ്ടത് അംഗനവാടി ടീച്ചർമാരല്ലേ? ആ, ഞാൻ നോട്ടീസ് കൊടുക്കുമായിരുന്നു. ആ, കൊടുക്കായിരുന്നു. കഴിഞ്ഞ 2 പ്രാവശ്യം ഗ്രാമസഭ കൂടിയത് ഞാൻ അറിഞ്ഞില്ലോ, എനിക്ക് നോട്ടീസ് കിട്ടിയില്ലോ. അയ്യോ, നോട്ടീസ് ഞാൻ വീട്ടില് കൊണ്ടുവന്നായിരുന്നു. എനിക്ക് തന്ന? അല്ല, കഴിഞ്ഞ തവണ ഞാൻ അവിടെ വന്നപ്പോ അവിടെ ആരും ഉണ്ടായില്ല. അപ്പൊ ഞാൻ ആ ഗേറ്റിന്റെ ഉള്ളിൽ കൂടി നോട്ടീസ് ഇട്ടിട്ടുണ്ടായി. ആ, അങ്ങനെയാണോ ചെയ്യേണ്ടത്? അതാണോ നിങ്ങളുടെ ജോലി? നോട്ടീസ് ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരണ്ടേ? അതിനല്ലേ സർക്കാർ നിങ്ങൾക്ക് പൈസ തരുന്നത്? ചേട്ടാ, ഞങ്ങൾക്ക് അങ്ങനെ പൈസ ഒന്നും കിട്ടണില്ല. ആ, അപ്പൊ പൈസ കിട്ടാത്ത ദേഷ്യത്തിന്റെ നോട്ടീസ് കൊടുന്ന് ചുരുട്ടിട്ട് അങ്ങോട്ട് അകത്തേക്ക് അറിയാം. സുധേട്ട, ഇനി പ്രശ്നം ഉണ്ടാക്കണ്ട. നീ 2-3 നോട്ടീസ് അങ്ങോട്ട് കൊടുക്ക്. വെറുതെ എന്നെ പൊട്ടം കളിപ്പിക്കരുത്. കഴിഞ്ഞ പോയ ഗ്രാമസഭയുടെ നോട്ടീസ് ഇപ്പൊ എനിക്ക് കിട്ടിയിട്ട് എന്താ കാര്യം? അല്ല, ഇനി മേലാലുണ്ടാവൂല. അവര് അത് ബുദ്ധിമുട്ട് നടക്കുകയല്ലേ ചേട്ടാ, അതാണ്. അതെ, അങ്ങനെയല്ല. ഒരു ജോലി ചെയ്യുമ്പോ അതിന് ഉത്തരവാദിത്വം വേണം. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറയേ, അംഗനവാടി ടീച്ചർ ആവാൻ ഇഷ്ടം പോലെ കുട്ടികളുണ്ട് ഇവിടെ ജോലിയില്ലാതെ. ഈ ഗ്രാമസഭ കൂടുന്നതിന്റെ പ്രാധാന്യം എന്താണെന്നറിയോ ടീച്ചർക്ക്? ഈ ഗ്രാമസഭ കൂടുമ്പോൾ വേണം ഞങ്ങളെപ്പോലുള്ള ഓരോ പൗരന്മാർക്കും ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ. ഈ റോഡിന്റെ അവസ്ഥ പറയാൻ, വെള്ളമില്ലാത്തത് പറയാൻ, കറണ്ട് ഇല്ലാത്തത് പറയാൻ, അത്തരം അവസരങ്ങളാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. അതിന്റെ ഗൗരവം എന്താ മനസ്സിലാക്കാത്ത ടീച്ചർ? അല്ല, ടീച്ചറിന്റെ മെക്കിട്ട് കയറിയിട്ട് എന്താ കാര്യം? അതൊക്കെ മെമ്പറോട് പറഞ്ഞാ പോരെ? മെമ്പറിനോട് പറയാച്ച അതിനല്ലേ ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിക്കണത്. ചേട്ടാ, ഇനി അങ്ങനെ ഉണ്ടാവൂല. ഇത് ഇത്തവണത്തെ ഗ്രാമസഭയുടെ നോട്ടീസാ. അതിന് ചേട്ടൻ കയ്യോടെ മേടിച്ചോ. ഇവിടുന്ന ഇങ്ങനെ വഴിയിൽ വെച്ച് തരാൻ വേണ്ടിയിട്ടാണോ സർക്കാർ നിങ്ങൾക്ക് 150 രൂപ തരുന്നത്? ആണോ? മറിമായം